ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഒരു ഫുൾ ഡേ വ്ളോഗാണ്. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായല്ലേ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അങ്ങനെ ഇതാ രാവിലെ എണീറ്റപാട് ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ ആക്കിയത് മുട്ടപ്പേനു, കറി കൂട്ടി തിന്നാത്ത ആ ഒരു മധുരത്തിൻ്റെ ആ ഒരു ടൈപ്പ് മുട്ടപ്പില്ലേ, അപ്പോൾ അതാണ് ഉണ്ടായിട്ടുണ്ടായത്. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ കഴിക്കാമല്ലോ. പ്ലേറ്റ് ഒന്നും എടുത്ത് അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യേണ്ട പണിയൊന്നുമില്ല അല്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കഴിക്കുന്നുണ്ടായിന്. പിന്നെ ഇതാ കുറച്ച് മുളകും മല്ലിയെല്ലാം ഉണക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ അതെല്ലാം ഉണക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വെറുതെ വീഡിയോ എടുത്ത് വെച്ചതാണ്. ഇതിങ്ങനെ 3-4 ദിവസം ഇങ്ങനെ വെയിലത്തിട്ട് ഉണക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ടെറസിൽ നിന്ന് കാണുന്നത് എൻ്റെ ഉപ്പാൻ്റെ തറവാടാണ് കേട്ടോ. ആരും ഇവിടെ താമസിക്കാത്തതുകൊണ്ട് തന്നെ വീടെല്ലാം ഇങ്ങനെ ഫുള്ള് പോയിട്ടുണ്ടേനു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഹോം ടൂർ എടുത്ത് വെച്ചാൽ മതിയെന്നു എന്ന് വിചാരിച്ചു കേട്ടോ. കാണുമ്പം നമുക്കൊരു ഓർമ്മയല്ലേ. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറാൻ തന്നെ പേടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റൂം കണ്ട, അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അത് കാണുമ്പോൾ എപ്പോഴും ഒരു നെസ്റ്റുമാണ്. അങ്ങനെ ഇതാ കുറച്ച് ചക്കയുണ്ട്. അപ്പോൾ ഉമ്മാൻ്റെ തറവാട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് ഉമ്മ കൊണ്ടുവന്നതേനു. അപ്പോൾ ഇത് ഇങ്ങനെ പഴുത്ത ചക്കയല്ല, ഇങ്ങനെ വറവെല്ലാം ആക്കുന്ന ആ ഒരു ടൈപ്പ് ചക്കയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വറവാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഉമ്മ കുക്കറിലിട്ടിട്ട് അതെല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചതാണ്. നമ്മുടെ നാട്ടിൽ പിന്നെ ചക്കയും മാങ്ങയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കിട്ടണമെങ്കിൽ എവിടെന്നെങ്കിലെല്ലാം ഇങ്ങനെ കൊണ്ടുവരണം. അങ്ങനെ ഇപ്പോൾ ഇതാ ചക്ക കൊണ്ടുവന്നോണ്ട് തന്നെ ചക്ക വറവാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആ ഒരു സീസൺ ടൈമല്ലേ കിട്ടും. അപ്പോൾ ഇതാ ഇങ്ങനെ അതെല്ലാം നല്ല ഇടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചക്ക വറവ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഇതിങ്ങനെ ഇടിച്ചെടുക്കാൻ നല്ല സുഖമാണ് കേട്ടോ. നല്ല ഭയങ്കര സോഫ്റ്റായിട്ട് തന്നെ, വലിയ പണിയൊന്നും തോന്നില്ല. പെട്ടെന്ന് തന്നെ അങ്ങനെ ഇടിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നല്ല രീതിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ മഞ്ഞ പോലെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊരു കടിക്കേണ്ട ആ ഒരു ടൈപ്പിൽ ഇങ്ങനെ ഇടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ മെത്തടി പൊരിച്ചതാണ് കേട്ടോ ഉച്ചക്ക് ഫ്രൈ ആയിട്ടുണ്ടായത്. അങ്ങനെ ഇതാ ചക്ക വറവും കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വറവെല്ലാം ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഉമ്മ വറവെല്ലാം ആക്കി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ചോറിൻ്റെ വെള്ളമെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമുക്കൊന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടേനു. അങ്ങനെ ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിൽക്കുന്നുണ്ട്. അംഗൻവാടിയിലേക്കാണ് കേട്ടോ പോകാനുണ്ടായത്. അങ്ങനെ പുറത്തിരിക്കുന്ന സമയം തന്നെ മോൾ വരുന്ന കുറച്ച് ചെടികളെല്ലാം പൊട്ടിച്ചെൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഭയങ്കര ആവേശമായിരിക്കും. ഉള്ളിൽ തന്നെ ആകുമ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര എന്നിങ്ങനെ ഇടങ്ങാറാക്കും. അങ്ങനെ ഇതാ ഒരു 11 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒന്ന് അംഗനവാടിയിലേക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അംഗൻവാടിയിൽ നിന്ന് സാധനം വാങ്ങിക്കാനുണ്ടേനു. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അംഗൻവാടി. അപ്പോൾ ഈ കാണുന്നത്, ഈ ഒരു മതിലിൻ്റെ അപ്പുറം കാണുന്നത് സ്കൂളാണ്. അപ്പോൾ ഭയങ്കര സ്കൂളിൽ നിന്ന് കുട്ടികൾ സൗണ്ടും പാട്ടും എല്ലാം കേൾക്കും കേട്ടോ. ചെറിയ കുട്ടികളിലായതുകൊണ്ട് തന്നെ പാട്ട് പാടുന്നതെല്ലാം നല്ല രീതിക്ക് കേൾക്കും. അങ്ങനെ ഇതാണ് നമ്മുടെ വീട്ടിലെ അംഗൻവാടി. അങ്ങനെ അംഗൻവാടിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് സ്റ്റാറും കുട്ടികൾ വരച്ച കുറേ ഡ്രോയിങ്സും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ടീച്ചർ ചെറുപയറിട്ട കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മൂക്ക്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഇളക്കി കളിക്കുന്നുണ്ടായിരുന്നു. കുടിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ അതിൻ്റെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് 2 ന്യൂഡിൽസ്, ആ ഒരു ലേസ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതും കൂടി വാങ്ങി. അങ്ങനെ നമുക്ക് അംഗനവാടിയിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ എന്താ നോക്കാം. അപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ ഇത് ഞാൻ വാങ്ങിച്ച ആ ഒരു 2 ന്യൂഡിൽസ് കേട്ടോ. അത് ഒരിക്കൽ വാങ്ങിച്ചിട്ട് നല്ല ടേസ്റ്റ് തോന്നിയിട്ട് പിന്നെയും വാങ്ങിച്ചതാണ്. അങ്ങനെ ഇതാ അമൃതം പൊടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. 3 പാക്കറ്റാണ് വാങ്ങിയിട്ടുണ്ടായത്. 6 വേണമെങ്കിൽ 6 തരാമെന്ന് പറഞ്ഞു. പിന്നെ 6 പാക്കറ്റിനൊന്നും ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ 3 പാക്കറ്റേ വാങ്ങിച്ചിട്ടുള്ളൂ. അങ്ങനെ ഇതാ കഴിഞ്ഞ മാസം നമുക്ക് കിട്ടിയത് വെല്ലവും മുത്താറിപ്പൊടിയനും കേട്ടോ. ഇപ്രാവശ്യം ഗോതമ്പൊടിയാണ് കിട്ടിയിട്ടുണ്ട്, അമൃതം പൊടിയാണ് കിട്ടിയിട്ടുണ്ടായത്. അങ്ങനെ ഇതാ കുറച്ച് ഉഴുന്നും ഉണ്ട്. പിന്നെ ഫുള്ള് നുറുക്ക് ഗോതമ്പ് കേട്ടോ ആ ഒരു സഞ്ചിയിൽ. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ചധികം ദിവസമായി കേട്ടോ. ഒരു 4-5 ദിവസമെല്ലാം ആയി. ഞാൻ പൊതുവേ ഷൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പെട്ടെന്ന് ഇടലുണ്ടായിരുന്നു. പക്ഷെ ഇത് കുറച്ചധികം ഡിലേ ആയി പോയതുകൊണ്ട് തന്നെ ആ ഒരു ക്ലച്ച് കിട്ടുന്നില്ല. ഡേ ഇൻ മൈ ലൈഫ് എഡിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പരിപാടി തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നുറുക്ക് ഗോതമ്പെല്ലാം ഒരു പാട്ടയിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഒരു 5-6 ദിവസമൊക്കെ കഴിഞ്ഞ കേട്ടോ. പിന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ മടിയായിട്ട് കുറച്ച് ലാഗായി പോയതാണ്. ഡേ ഇൻ മൈ ലൈഫൊക്കെ ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ട് കുറച്ച് റിസ്ക്കുള്ള പണി തന്നെയാണ് കേട്ടോ. ഈ വോയിസ് ഓവർ എടുക്കലും എഡിറ്റ് ചെയ്യലും എല്ലാം കുറച്ചധികം ടൈം എടുക്കുന്ന പണിയാണ്. അങ്ങനെ കുറച്ച് ഓറഞ്ച് എടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഭയങ്കര പുളിച്ചിട്ട് വായിൽ വെക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അങ്ങനെ ഉപ്പും മുളകും ഇട്ടിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ആ പുളി തീരെ മനസ്സിലാവുന്നില്ല കേട്ടോ. ആ ഒരു പുളിയേ അറിയുന്നില്ലേനു.
അപ്പോൾ ഇതെൻ്റെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ അവസ്ഥ. ഫുള്ള് വാരി വലിച്ചിട്ട് അങ്ങോട്ടും. പിന്നെ ഇതെടുത്ത് വെക്കലാണ് ഏറ്റവും വലിയ പണി ഇപ്പം എന്ന് വെച്ചാൽ. പിന്നെ ഇതാ ഉച്ചക്ക് ചോറും പരിപ്പ് കറിയാൻ തോന്നുന്നു. പിന്നെ ചക്ക വറവും മീൻ പൊരിച്ചതും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ന്യൂഡിൽസ് കഴിച്ചു. ഒരു ഫിലിം കണ്ടുകൊണ്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിനി. ഇതേതാ ഫിലിം എന്ന് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ഇതാ ഒരു നൂഡിൽസിൻ്റെ ഉള്ളിൽ ഒരു കെച്ചപ്പ് പോലത്തെ സംഭവം ഉണ്ടായി കേട്ടോ. അപ്പോൾ അതൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. പിന്നെ ഈവനിങ് ആയപ്പോൾ കേട്ടോ ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിന്നതിന്. ഈവനിങ് ആയപ്പോൾ കുറച്ച് വെയിലെല്ലാം കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ചധികം ദിവസമായിട്ട് ഭയങ്കര കാറ്റാണ്. അങ്ങനെ ഇതാ നമ്മുടെ വീട്ടിൽ പേരക്ക മരാന്ന് കേട്ടോ. ഇത് കുട്ടി കുട്ടി പേരക്കെല്ലാം ആയിട്ടുണ്ട്. പേരക്ക ഇങ്ങനെ വീട്ടിൽ തന്നെ ആയത് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു രസമല്ലേ. അപ്പോൾ ഇങ്ങനെ കാത്ത് നിൽക്കും കേട്ടോ. ഈ ഒരു കുഞ്ഞ് ഇങ്ങനെ എപ്പോൾ വളരുന്നത് നോക്കിയിട്ട്. അങ്ങനെയാണ്ട ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ ആകെ തണുപ്പെല്ലാം പിടിച്ച് ഫുള്ള് സൈഡായിട്ടാണ് കേട്ടോ ഉണ്ടായത്. കണ്ണും മൂക്കും എല്ലാം ഒരുപോലെ ആയിട്ടുണ്ടേനു. ഭയങ്കരമായിട്ട് ഇങ്ങനെ കണ്ണെന്നെല്ലാം ഇങ്ങനെ വെള്ളം വന്ന് കണ്ണും മൂക്കെല്ലാം ചോന്നിട്ടുണ്ടേനും കേട്ടോ. അതാണ് പിന്നെ ആ ഒരു സമയത്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മടിയായിപ്പോയത്. അങ്ങനെ ഇതാ ഉപ്പ ആ ഒരു സൈഡിൽ ഇങ്ങനെ മുറിഞ്ഞ് കഴിഞ്ഞാൽ വെക്കുന്ന ആ ഒരു ചെടിയുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ വേറെയും എന്തെല്ലോ ചെടിയെല്ലാം കയറി വളർന്നിട്ടുണ്ടേനു. അപ്പോൾ അതെല്ലാം ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും മുറ്റത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മോള് പിന്നെ ഉള്ളിലേക്ക് കയറില്ല കേട്ടോ. അങ്ങനെ ഇതാ നല്ല കാറ്റുണ്ട് കേട്ടോ. ഈ ഒരു സമയത്തെല്ലാം ഇങ്ങനെ പുറത്തിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ആ ഒരു ചൂടൊന്നും അറിയില്ല. ഇപ്പം ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ കാറ്റുണ്ടെങ്കിൽ ആ ഒരു ചൂടൊന്നും അങ്ങനെ അറിയൂല. അങ്ങനെ ഇതാ പുറത്ത് നിന്ന് കാറ്റടിച്ചപ്പം വിചാരിച്ചു കുറച്ച് മേഗി കഴിക്കാമെന്ന്. അങ്ങനെ ഈ ഒരു ബ്രാൻഡ് മേഗിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. വേറൊരു ബ്രാൻഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ മേഗി പോലത്തെ സംഭവങ്ങൾ. അങ്ങനെ കുറച്ചധികം സ്പൈസി ആയിട്ടുള്ള മേഗിയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് മാംഗോ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം മാങ്ങ സീസണല്ലേ, അതുകൊണ്ട് തന്നെ എവിടെന്നെങ്കിലും ഹൈറ്റൊക്കെ മാങ്ങ ഇങ്ങനെ കിട്ടും. നമ്മുടെ വീട്ടിൽ മാങ്ങയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ മുറ്റം കുറച്ച് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുറ്റത്തുള്ള തുളസിയാണ് കേട്ടോ ഇത്. ഇങ്ങനെ കുറച്ച് ഇങ്ങനെ തന്നാലെ സാധാരണയായിട്ട് ഇങ്ങനെ വളർന്നതും ഉണ്ടാവും, പിന്നെ കുറച്ച് നമ്മൾ നട്ട് വളർത്തിയതും ഉണ്ടാവും. അങ്ങനെ ഇതാ മൈലാഞ്ചി ചെടിയാണിത്. മൈലാഞ്ചി ചെടി ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഇതാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ അരച്ചിട്ടെല്ലാം നമുക്ക് മൈലാഞ്ചി ഇടണമെന്ന് തോന്നുമ്പം അരച്ചിട്ടെല്ലാം ഇടാൻ വേണ്ടിയിട്ടും ഇങ്ങനെ വെളിച്ചെണ്ണ കാച്ചാൻ വേണ്ടിയിട്ടും എല്ലാം നല്ല അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു പക്ഷി കണ്ട ഇതെപ്പോൾ അധികം നമ്മളെ വീട്ടിലേക്ക് വരും കേട്ടോ. ഒരു ബക്കറ്റിൽ വെള്ളം വെക്കലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നിട്ട് കുളിച്ചിട്ട് പോക്കാണ് മൂപ്പറ മെയിൻ പണി. അങ്ങനെ ഇതാ ഉച്ചക്ക് നുറുക്ക് ഗോതമ്പ് പൊട്ടിയോണ്ട് തന്നെ വൈകുന്നേരം ആക്കിയത് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവാണ്. അങ്ങനെ ഇതാ ഉപ്പുമാവ് എടുത്തിട്ട് കുറച്ച് കഴിക്കുന്നുണ്ടേനു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ മഗ്‌രിബെല്ലാം കഴിഞ്ഞപ്പോൾ എന്നിട്ട് ആ വീഡിയോ ഷൂട്ടാക്കിയിട്ടുണ്ടായത്. അപ്പോൾ വിചാരിച്ചു കുറച്ച് ഊതെല്ലാം എടുത്തിട്ട് കത്തിക്കാന്ന്. ഒന്നുകിൽ ഇങ്ങനെ മറ്റേ അഗർബത്തീസ് ഇല്ലേ, ആ ഒരു ചന്ദനത്തിരി പോലത്തെ ഒരു സംഭവം, അത് കത്തിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ആ ഒരു മഗ്‌രിബിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു നല്ലൊരു സ്മെല്ലുണ്ടാകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം കത്തിക്കാൻ കുറച്ചധികം പണിയാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കെപ്പെങ്കിലും മൂടുള്ളപ്പോൾ കത്തിക്കും കേട്ടോ. ഈ ഒരു ചാർക്കോൾ എടുത്തിട്ട് അതിങ്ങനെ കത്തി വരാൻ വേണ്ടി കുറേ അധികം ടൈം എടുക്കും. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ആ ഗ്യാസിൻ്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാനെല്ലാം ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഇപ്പം ഇങ്ങനെ ശീലമായി. അങ്ങനെ ഇതാ ആദ്യം തന്നെ ആ സംഭവമെല്ലാം ഇട്ടുകൊണ്ട് കുറച്ചധികം കഷ്ടപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു അതിന് ആ മേലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. സ്മെല്ല് ഫുള്ള് ചാർക്കോളിൻ്റെ ഇതായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്മെല്ല് പുറത്തേക്ക് കിട്ടാൻ വേണ്ടി കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മഗ്‌രിബിൻ്റെ സമയത്തെല്ലാം ഭയങ്കര കൊതുകായതുകൊണ്ട് തന്നെ ഇങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കൊതുകിൻ്റെ ശല്യം കൂടി കുറഞ്ഞു കിട്ടും കേട്ടോ. അതുകൊണ്ട് അധികം ഇങ്ങനെ ചെയ്യലുണ്ട്, എന്തെങ്കിലും കത്തിച്ച് വെക്കലുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാണ്ട് പോരെ. ലൈക്ക് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക കേട്ടോ. നിങ്ങളുടെ കമൻറ്റെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കമൻറ്റ് കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളൊന്നും കൂടി കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.